ഹലോ. ഇപ്പോൾ നേരം വെളുപ്പാങ്കാലം 3 മണി ആയിട്ടേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എറണാകുളം വരെ പോകണം കേട്ടോ. കൂടെ കിരൺ ചേട്ടനും കൂടെ ഉണ്ട്. കണ്ണ് കണ്ടോ, കണ്ണ് നേരെ തുറക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ വണ്ടിയിലാട്ടോ പോകുന്നത്, തമ്പാനൂർ വരെ. അത് കഴിഞ്ഞിട്ട് ബസ്സിലാണ് പോകുന്നത്. റോഡൊക്കെ വിജൃംഭിച്ച് കിടക്കുക കേട്ടോ. ഞാനും കിരൺ ചേട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തമ്പാനൂരെത്തി, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഞങ്ങൾക്ക് പോകേണ്ടത് ഇങ്ങോട്ടല്ല കേട്ടോ, ഇത് റെയിൽവേ സ്റ്റേഷനാണ്. തൊട്ടപ്പുറത്ത് ബസ് സ്റ്റേഷൻ ഉണ്ടല്ലോ, അങ്ങോട്ടാട്ടെ പോകേണ്ടത്. യാത്ര തുടങ്ങുന്നതിന് മുന്നേ ഒരു ചായ കുടിക്കുന്നത് നല്ലതല്ലേ. സോ ഒരു ചായയും കൂടെ അകത്താക്കി ബസ്സിൽ കയറി ഇരിക്കുക കേട്ടോ. കിളി പോയി ഇരിക്കുവാണ്, കാരണം ഈ സമയത്ത് ഞാൻ എണീക്കാറേ ഇല്ല. ബസ്സിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. കണ്ണു തുറന്നപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക കേട്ടോ. ഞങ്ങൾ ഏകദേശം 10 മണിയായപ്പോൾ എറണാകുളത്തെത്തി. നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാട്ടോ പോയത്. എൻ്റെ കാര്യം ചെറുതായിരുന്നു, അതെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. ഞങ്ങളിതാ തിരിച്ച് MG റോഡിൽ കൂടെ വീട്ടിൽ പോകാൻ കേട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല ചുമയുണ്ടായിരുന്നു, അതുകൊണ്ട് തലേ ദിവസമേ ഞാനൊരു പാക്കറ്റ് സ്ട്രെപ്സിൽസ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ വട്ടം രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞൊരു 12 മണിയായപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വിശന്നു. എന്നിട്ട് നേരെ ഞങ്ങൾ മെഹഫിൽ ബിരിയാണിയിലോട്ടാട്ടോ പോയത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നും, എറണാകുളത്ത് കുറ്റിയും പറിച്ച് വെളുപ്പാങ്കാലത്ത് പോയത് ആഹാരം കഴിക്കാനാണോ എന്ന്. മേ ബി അങ്ങനെയും പറയും, വിശപ്പാണല്ലോ എല്ലാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബസ് സ്റ്റാൻഡിലോട്ടാട്ടോ വന്നത്. ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ ഈ ലൈൻ കമ്പി നിറയെ കുറേ കാക്കകൾ ഇരിക്കുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. ബസ്സിൽ കയറി വരണ വഴിക്ക് ഓച്ചിറയിൽ ഉത്സവം നടക്കുമായിരുന്നെന്ന് തോന്നുന്നു. അവിടേക്ക് അത്യാവശ്യം നല്ല ആൾക്കാരും കുറേ ലൈറ്റൊക്കെ ഇങ്ങനെ വാരിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഇങ്ങനെ പോയി കേട്ടോ. ഞങ്ങൾ ഉച്ചയ്ക്ക് 2:30ക്കാണ് ബസ് കയറിയത്. ഞങ്ങൾ ട്രിവാൻഡ്രം എത്തിയപ്പോൾ 10 മണി കഴിഞ്ഞു. റോഡ് പണിയൊക്കെ നടക്കണോണ്ട് അത്യാവശ്യം നല്ല വൃത്തിയായിട്ട റോഡായിരുന്നു കേട്ടോ. ഒരു സുഖമില്ലായിരുന്നു, നോർമലി വരുന്നതിൻ്റെ ആ ഒരു ഫീൽ കിട്ടിയില്ല. ഞങ്ങൾ തമ്പാനൂർ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വിശന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ വീണ്ടും ബാർബിക്യൂ സ്പേസിൽ പോയി മന്തിയൊക്കെ കഴിച്ച് സുഖമായിട്ട് വീട്ടിൽ പോയി. അപ്പോൾ ഓക്കെ, ബായ്.